ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മറിയം അഖോണ്ടി, അഖണ്ഡമായ ലോക സംഗീതത്തിൻ്റെ പ്രതിനിധി. UAE-യിൽ ഞാനുണ്ടായ കാലത്താണ് ഞാൻ മൊറോക്കോക്കാരനായ ഹറൂണിനെ പരിചയപ്പെടുന്നത്. അറബ് സംഗീതം കൈവശമുള്ള ആളുകളെ അന്വേഷിച്ചു നടക്കുക എന്നുള്ളത് ഞാൻ UAE-യിലുണ്ടായിരുന്ന 3-4 കൊല്ലക്കാലം എൻ്റെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനവും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അപരിചിതമായ വലിയൊരു സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടിയത് സത്യത്തിൽ അക്കാലത്തായിരുന്നു. ആകാശവാണിയുടെ ആർക്കൈവ്സിൽ പ്രവർത്തിച്ചതിനാൽ സംഗീത ശേഖരങ്ങളോടും അതിനുള്ള സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും ഈ ആർക്കൈവിങ്ങിൻ്റെ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും കുറിച്ചറിയുവാനുള്ള ആഗ്രഹം എനിക്ക് എന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതിനുശേഷം ഞാൻ ആകാശവാണി വിട്ടു. എന്നിട്ട് പുതിയ മാധ്യമ മേഖലകളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് 2014 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് മുംബൈയിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുവാൻ അവസരം കിട്ടി. അയാളൊരു ഇറാൻകാരനായിരുന്നു. അറേബ്യൻ സംഗീത രേഖകൾ സമ്പാദിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ മ്യൂസിക് ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി എന്നെ കണ്ടതായിരുന്നു. വളരെ വിശദമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം അറേബ്യൻ സംഗീതത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും ഒക്കെ സമ്പന്നമായ പേർഷ്യൻ സംഗീതത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. ആ കാലം മുതൽ ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയതാണ് സത്യത്തിൽ പേർഷ്യൻ സംഗീതം. പക്ഷേ ആ പുതിയ പരിചയത്തിൽ നിന്നും കൂടുതലൊന്നും ഉണ്ടായില്ല. ആ മീറ്റിംഗ് അങ്ങനെ അവസാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. അതിനെനിക്ക് വിഷമവും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് അറേബ്യൻ സംഗീതത്തിൻ്റെ ആർക്കൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നീടാണ് 2016 FM റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അറേബ്യൻ സംഗീത ശേഖരമുള്ള ചില ആളുകളെ ഞാൻ അന്വേഷിച്ചിറങ്ങുന്നത്. കാരണം എൻ്റെ വാരാന്ത്യങ്ങൾക്ക് അർത്ഥം ലഭിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. ആഴ്ചയിലുടനീളം സജീവമായ കാര്യങ്ങൾ, റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും വാരാന്ത്യത്തിൽ ഞാൻ അന്വേഷിച്ച് ഇറങ്ങിയ സമയത്താണ് എനിക്ക് ഈ മൊറോക്കോക്കാരനായിട്ടുള്ള ഹറൂണിനെ പരിചയപ്പെടാനിടയായത്. അദ്ദേഹം ദുബായിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു മൊറോക്കോയിലുള്ള ഒരു സെറാമിക് വെയർ കമ്പനി, സാനിറ്ററി വെയർ കമ്പനിയുടെ UAE-യിലെ പ്രതിനിധിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാകട്ടെ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചായിരുന്നു. ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് അദ്ദേഹം ഞങ്ങളുടെ റേഡിയോയുടെ പവലിയനിൽ വരികയും അങ്ങനെ ഞങ്ങൾ സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ അടുത്ത് ഇടപഴകാൻ ഒരവസരം ലഭിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനിട വന്നു. വിവിധ അറബ് രാജ്യങ്ങളിലെ സംഗീതത്തെക്കുറിച്ച് അപാരമായ ബോധമുണ്ടായിരുന്നു ഹറൂണിന്.
ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ പരിചയപ്പെട്ട ഇറാനിയൻ സംഗീത പ്രേമിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഹാറൂൺ എന്നെ മറിയം അഖോണ്ടിയുടെ സംഗീത ലോകത്തേക്ക് കൊണ്ടുപോയത്. അതാണ് ദില്ലി താലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റിൻ്റെ പ്രമേയം. ആ സായാഹ്നത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. മറിയം അഖോണ്ടിയുടെ സംഗീതവുമായി ബന്ധപ്പെട്ട ആ സംഗീത ലോകത്തേക്ക് ഞാൻ ഈ ഹറൂണിൻ്റെ വീട്ടിൽ വെച്ച് ആ സംഗീത ലോകത്തേക്ക് പ്രവേശിച്ച ആ സായാഹ്നത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. ഇറാനിലെ ശാസ്ത്രീയ സംഗീതം ആധുനിക കാലത്തിന് സംഭാവന നൽകിയ ഏറ്റവും വലിയ ഗായകരിൽ ഒരാളാണ് മറിയം അഖോണ്ടി എന്ന് ഹറൂൺ എന്നോട് പറയുകയായിരുന്നു. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആ വീട്ടിലിരുന്ന് ഞാൻ 1 മണിക്കൂറോളം മറിയം അഖോണ്ടിയുടെ മാസ്മരികമായ സംഗീതം കേട്ടു. അതിനുശേഷം ഇന്നേ വരെ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ മറിയം അഖോണ്ടിയുടെ സംഗീതം കേട്ടുപോരുകയാണ്. മറിയം അഖോണ്ടി ജനിച്ചത് 1957 ടെഹ്റാനിൽ. അതിന് 4 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇറാനിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്ന് പോവുകയാണ്. മറിയം അഖോണ്ടി ജനിക്കുന്നതിന് 4 വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ സഹായത്തോടുകൂടി ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ഷായുടെ രാജഭരണം തിരിച്ചു വരുന്നത്. അന്നു മുതൽ 26 വർഷങ്ങളിൽ ഇറാനിൽ മുഹമ്മദ് റേസ പഹ്ലവിയുടെ ഭരണമായിരുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവം നടക്കുന്നതുവരെ മുഹമ്മദ് റേസ പഹ്ലവിയുടെ ഭരണം തുടരുകയായിരുന്നു. അതായത് റേസ പഹ്ലവിയുടെ രാജഭരണത്തിൻ്റെ തിരിച്ചുവരവിന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ടെഹ്റാനിൽ മറിയം അഖോണ്ടി ജനിച്ചത്. പേർഷ്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഗായികയാണ് മറിയം അഖോണ്ടി. ഹറൂൺ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ 2023 ഞാനത് ഓർക്കുകയാണ്. ഹറൂൺ എന്നോട് പേർഷ്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. ഇറാനിയൻ സംഗീതം എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ഇറാൻ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തെ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്.
ഒരു സാമൂഹ്യ സംസ്കാരത്തിൻ്റെ പ്രദേശത്തെയാണ്, അതൊരു സാംസ്കാരിക പ്രദേശമാണ് ഈ ഇറാനിയൻ സംഗീത പ്രദേശം എന്ന് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്ന പ്രദേശം. പശ്ചിമേഷ്യയും കൗക്കാസസ് പ്രദേശവും മധ്യേഷ്യയും തെക്കേ ഏഷ്യയും പ്രാചീന സിൽക്ക് റൂട്ടിലൊക്കെ വന്നിരുന്ന സിങ്ജിയാങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശത്തെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പരാമർശിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മറിയം അഖോണ്ടി പ്രതിനിധാനം ചെയ്യുന്ന സംഗീതത്തിന് ഇവിടങ്ങളിലെല്ലാം ആഴത്തിൽ വേരുകളുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹറൂൺ എന്നോട് ജംഷിഡ് ചക്രവർത്തിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇറാനിയൻ മിഥോളജിയിൽ സംഗീതം കണ്ടുപിടിച്ചത് മിഥോളജിക്കലായിട്ടുള്ള പിഷ്ഡാഡിയൻ ഡൈനാസ്റ്റിയിലെ 4ാമത്തെ ഷായായിരുന്ന ജംഷിഡ് ആണ്. ജംഷിഡിന് യിമ എന്ന ഒരു പേരുണ്ട്. യിമ ഇന്ത്യൻ മിഥോളജിയിലെ യമനെ പോലെ തന്നെ ഈ യമനും നരകത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് ഈ മൊറോക്കോക്കാരനായ ഹറൂൺ എന്നോട് പറയുകയായിരുന്നു. ഇറാൻ മിഥോളജിയിലേക്ക് അധികമൊന്നും ഞാനിവിടെ കടക്കുന്നില്ല. അത് നമ്മുടെ വിഷയത്തിൻ്റെ പരിധിയിൽ വരുന്നതുമല്ല, എനിക്കറിയില്ലാത്ത വിഷയവുമാണ്. നമുക്ക് മറിയം അഖോണ്ടിയുടെ സംഗീതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആയിരത്തി 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനിയൻ കലാലോകത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. അടുത്ത കാലത്ത് ഇറാനിൽ സ്ത്രീകളുടേതായി നടന്ന വലിയ പ്രതിരോധ സമരങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഈ മറിയം അഖോണ്ടിയെക്കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ആധുനിക ഇറാനിലുണ്ടായ ഏറ്റവും വലിയ പാട്ടുകാരിൽ ഒരാളായ മറിയം അഖോണ്ടി ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനിൽ നിന്നും രാജ്യം ഉപേക്ഷിച്ച് യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. അതുകൊണ്ട് ലോക സംഗീതത്തിന്, ഞാൻ ഈ പോഡ്കാസ്റ്റിന് പേരിട്ടിരിക്കുന്നത് തന്നെ അഖണ്ഡമായ ലോക സംഗീതത്തിൻ്റെ പ്രതിനിധിയാണ് മറിയം അഖോണ്ടി എന്നാണ്. ഈ അഖണ്ഡമായ ലോക സംഗീതത്തിന് ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ അവർ ഇറാനിൽ നിന്നും രാജ്യം ഉപേക്ഷിച്ച് യൂറോപ്പിലേക്ക് കുടിയേറി പാർത്തതുകൊണ്ട്. 1986 മുതൽ അവർ ജർമ്മനിയിലെ കൊളോണിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർക്ക് 66 വയസ്സായി. നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2023 അവർക്ക് 66 വയസ്സായി. അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രേറ്റർ ഇറാനിയൻ പ്രദേശത്തെ സ്ത്രീകളായ സംഗീതജ്ഞരെ മുഴുവൻ ഒരേ വേദിയിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിലാണ്, അല്ലെങ്കിൽ ശ്രമങ്ങളിലാണ് വർഷങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാർബാർ എന്ന സംഗീത സംഘം, ഇവരുടെ നേതൃത്വത്തിലുണ്ടായ സംഗീത സംഘം അങ്ങനെയാണ്. 1999 2000 ഇടയിൽ അവർ ബാനു എന്ന പേരിൽ ഒരു ഫീമെയിൽ സിംഗേഴ്സിൻ്റെ ഒരു സംഘവും കൂടി ഉണ്ടാക്കി.
സ്ത്രീകളുടെ പാട്ട് കേൾക്കുന്നത് പോലും തെറ്റാണ് എന്ന് കരുതുന്ന മതാധികാര വിശ്വാസത്തിന് മുൻകൈയുള്ള ഒരു രാജ്യത്തെ സ്ത്രീകളോട് പാടുവാൻ പറയുകയാണ് മറിയം അഖോണ്ടി. ബാനു എന്ന ഇറാനിയൻ വാക്കിൻ്റെ അർത്ഥം അഭിജാതയായ സ്ത്രീ എന്നാണ്. അവരുടെ സംഗീതമാണ് ഈ പേർഷ്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന മറിയം അഖോണ്ടിയുടെ പാട്ട്. 2023 കൊളോണിയിലെ WDR എന്ന പ്രക്ഷേപണ ശൃംഖലയുടെ, ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷേപണ ശൃംഖലയാണിത്. WDR എന്ന പ്രക്ഷേപണ ശൃംഖലയുടെ 2023 മ്യൂസിക് കൾച്ചേഴ്സ് കാറ്റഗറിയിൽ WDR ജാസ് പ്രൈസ് ലഭിച്ചത് മറിയം അഖോണ്ടിക്കാണ് എന്നുള്ളതുകൂടി ഈ 2023 ഈ പോഡ്കാസ്റ്റിനെ കൂടുതൽ പ്രസക്തമാക്കുന്നുണ്ട്. നമുക്ക് മറിയം അഖോണ്ടിയുടെ ചില ഗാനങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. മറിയം അഖോണ്ടി അഖണ്ഡമായ ലോക സംഗീതത്തിൻ്റെ പ്രതിനിധി. ദില്ലി ദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.